പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ അക്കൗണ്ടൻസിയുടെ റിവിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ +1 ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം. 2 ചാപ്റ്ററായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പരീക്ഷയെ അടിസ്ഥാനമാക്കി പരീക്ഷയിൽ പ്രത്യേകമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ഒന്നാമതായിട്ട് അറിയേണ്ടത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ റിപ്പോർട്ടാണ്. നമുക്കറിയാം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത്. അതേപോലെ നമ്മൾ ജേണൽ, ലെഡ്ജർ എല്ലാം കഴിഞ്ഞതിലൊരു ഫൈനൽ അക്കൗണ്ടാണ് നമ്മൾ പറയാം. ഫൈനൽ അക്കൗണ്ട് അല്ലേ, ഫൈനൽ അവസാനത്ത്. ആ ഫൈനൽ അക്കൗണ്ടാണ് നമ്മളെന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഫൈനൽ അക്കൗണ്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഫൈനൽ അക്കൗണ്ട് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ താഴെ കാണുന്ന ഈ 3 എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണത്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ 3 എണ്ണത്തിനെയും കൂടി വിളിക്കുന്ന പേരാണെന്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണമല്ല, ഈ 3 കൂടി ചേർന്ന് ഞാൻ എന്ത് പേര് വിളിക്കും, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ റെഡി ആണല്ലോ. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ഈ ചാപ്റ്ററിലും ഈ 3 കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു ഇക്വേഷൻ, ഒരു സമവാക്യമുണ്ട്. നമ്മൾ മുമ്പ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളത്. അതൊരു ഇക്വേഷൻ ആയിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മറ്റൊരു പ്രധാന ഇക്വേഷനാണ് ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്നുള്ളത്. ഏതാണ്, ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വളരെ സിമ്പിളാണ്. എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, നെറ്റ് സെയിൽസിൽ നിന്നും എന്താണ്, നെറ്റ് സെയിൽസിൽ നിന്ന് എന്ത് കുറയ്ക്കുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുക. എന്താ കുറയ്ക്കേണ്ടത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞ സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സാധനം വിറ്റു, ആ വിറ്റതിൻ്റെ ചിലവത്ര അല്ലേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആ വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ്, ചിലവെത്ര അല്ലേ. അപ്പോൾ വിറ്റ ആ സംഖ്യയിൽ നിന്നും അതിന് നമുക്ക് എന്ത് ചിലവെത്ര, അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ലാഭം അല്ലേ. ഇപ്പോൾ ഒരു 500 രൂപയ്ക്കാണ് നമ്മൾ സാധനം വാങ്ങിയത്, അപ്പോൾ അതാണ് നമ്മളെ ചിലവ് അല്ലേ, 500 രൂപയാണ് ചിലവ്. നമ്മളത് 650 രൂപയ്ക്ക് നമ്മൾ വിറ്റു, അപ്പോൾ വിൽപ്പന എത്രയാണ്, 650. നമ്മൾ എത്രയാണ് നമുക്കതിൻ്റെ ചിലവ് വന്നിട്ടുള്ളൂ, 500 രൂപ. അപ്പോൾ ലാഭം എത്രയാണ്, 150. അത്രേ കൺസെപ്റ്റ് ഉള്ളൂ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത്. സെയിൽ ചെയ്ത എമൗണ്ട് എത്രയാണ്, അതിന് ചിലവായിട്ടുള്ള എമൗണ്ട് എത്ര, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്കാണ് സെയിൽസ് എന്നുള്ളത് അല്ലേ. എന്താണ് സെയിൽസ്, വിൽപ്പന. അവിടെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നു, സിമ്പിളാണ്. എന്താണ്, സെയിൽസിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് സെയിൽസ് റിട്ടേൺ എന്നുള്ളത് ആണല്ലോ. സെയിൽസ് റിട്ടേൺ. സെയിൽ ചെയ്ത സാധനം തിരിച്ചു വരുന്നതാണ് നമ്മളിത് പറയുക, സെയിൽ റിട്ടേൺ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നെറ്റ് സെയിൽസ് കാണുന്ന നിങ്ങൾ എന്ത് ചെയ്യുക, സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ അങ്ങോട്ട് കുറയ്ക്കുക. എന്ത് ചെയ്താൽ മതി, സെയിൽസിൻ്റെ സംഖ്യ ഉണ്ടോ, ആ സംഖ്യയിൽ നിന്ന് സെയിൽസ് റിട്ടേൺ സംഖ്യയാണ് കുറയ്ക്കുക. അത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതെന്ത് കിട്ടും, നമുക്ക് നെറ്റ് സെയിൽസ് പറഞ്ഞ ആ ഒരു എമൗണ്ട് കിട്ടും. എന്ത് കിട്ടും, നെറ്റ് സെയിൽസ് പറഞ്ഞ എമൗണ്ട് കിട്ടും. ഇനി അഥവാ ഒരു ക്വസ്റ്റ്യൻ തന്നു, അതിലെന്ത് ചെയ്യാം, സെയിൽസ് റിട്ടേൺ ഇല്ല എന്ന് വിചാരിക്കാം. സെയിൽസ് 1,00,000 എന്ന് കാണിക്കുന്നു, അപ്പോൾ ആ സംഖ്യ തന്നെയാണ് എന്ത്, ഈ നെറ്റ് സെയിൽസിൻ്റെ ഇക്വേഷൻ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് മൈനസ് ചെയ്താൽ മതി. ഇല്ലെങ്കിലോ സെയിൽസിൻ്റെ സംഖ്യ എത്രയാണ്, അത് തന്നെയാണ് എന്ത്, നെറ്റ് സെയിൽ. അപ്പോൾ സെയിൽസിൻ്റെ വലിയ പ്രശ്നമില്ല, ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും, നേരിട്ട് തന്നിട്ടുണ്ടാവും സെയിൽസിൻ്റെ എമൗണ്ട് ഇത്രയാണ് എന്നുള്ളത്. ഇനി അതുപോലെ വൺ വേർഡിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് ഈ ഒരു ഇക്വേഷൻ. നമ്മൾ കണ്ടല്ലോ, ഈ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഈ ഒരു ഇക്വേഷൻ അതുപോലെ തരും. അതിൽ ഏതെങ്കിലും ഒരാൾ മിസ്സാക്കും. എന്താണ്,
അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് സമം നെറ്റ് സെയിൽസിൻ്റെ ഭാഗത്തൊരു വരട്ടുണ്ടാവും. എന്താണ്? ബ്ലാങ്ക് ആണ്. മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഭാഗത്ത് എന്താണ് വരേണ്ടത്? നെറ്റ് സെയിൽസ് ആണ് വരേണ്ടത്. അല്ലെങ്കിൽ അത് നേരെ തിരിച്ച് ഗ്രോസ് പ്രോഫിറ്റ് സമം നെറ്റ് സെയിൽസ് മൈനസ് ഡാഷ് ഇട്ടുണ്ടാവും. മൈനസ് ഏതാ വരേണ്ടത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അല്ലെങ്കിൽ എന്തരും? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഡാഷ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? വൺ വേർഡിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ. റെഡി ആണല്ലോ? പിന്നെ അവിടെ അറിയേണ്ട ആളേതാണ്? ഈ COGS. ഇതെവിടെ കണ്ടല്ലോ? COGS എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സിമ്പിളാണ്, നോക്കിക്കോ. നമ്മൾ കാണേണ്ടത് എത്രയേ ഉള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുക അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം, തുടക്കത്തിലുള്ള നമ്മുടെ കൈവശമുള്ള സ്റ്റോക്ക്. നെറ്റ് പർച്ചേസ് പറഞ്ഞാൽ നമുക്കറിയാലോ, വാങ്ങൽ. അപ്പോൾ നെറ്റ് പർച്ചേസോ നേരത്തെ നമ്മൾ കണ്ടു, നെറ്റ് സെയിൽസ് കണ്ടു. എങ്ങനെയാ? സെയിൽസ് നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുക. അപ്പോൾ ഈ നെറ്റ് പർച്ചേസ് എന്തായിരിക്കും? പർച്ചേസ് നിന്ന് എന്ത് കുറയ്ക്കുക? പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുക. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ഇല്ലെങ്കിലോ ആ പർച്ചേസിന് സംഖ്യ തന്നെ എന്ത് ചെയ്താൽ മതി? നെറ്റ് പർച്ചേസ് ആയിട്ട് കാണിച്ചാൽ മതി. പിന്നെയോ ഡയറക്റ്റ് എക്സ്പെൻസ്. എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലേ? നേരിട്ടുള്ള ചെലവുകളാണ്. ആ ചെലവുകളുടെ പേര് നമ്മൾ പ്രത്യേകമായിട്ട് ലിസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? വേജസ്, കാരേജ് ഇൻവാർഡ് അല്ലേ? ഇങ്ങനെയുള്ള പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് വരുന്ന ചില പേരുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ദെൻ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എന്താണ്? മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ നോക്കിയേ, നമുക്ക് ചെറിയൊരു ടെക്നിക്ക് കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു മനസ്സിൽ ഓർത്ത് വെക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ്? നമുക്കിതിൽ കുറച്ച് ഐറ്റംസ് കൂട്ടാനുമാണ്, കുറച്ച് ഐറ്റംസ് കുറയ്ക്കാനുമാണ്. ആണല്ലോ? കുറയ്ക്കേണ്ട ഐറ്റംസ് ആദ്യം പഠിച്ചു വെക്കാം. എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ആ പേരെന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലോസിംഗ്, ക്ലോസ് ചെയ്യുക, അവസാനിപ്പിക്കുക അല്ലേ? അപ്പോൾ ആ പേരുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് എപ്പോഴാണ് വരിക? അവസാനമാണ്. പേരെങ്ങനെയാ? ക്ലോസിംഗ്, അവസാനം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഇവിടെ കൊടുക്കുക, അവസാനമാണ് എഴുതാം. കൂടെ ഒന്നും പാടെ പഠിച്ചേക്കുക, അവസാനം എഴുതുന്ന ഐറ്റം മൈനസും ചെയ്യണം. എന്താ മനസ്സിലാക്കിയേ? ക്ലോസിംഗ് സ്റ്റോക്ക് അവസാനമാണ് എഴുതുക, അവസാനം എഴുതുന്ന ഐറ്റം മൈനസ് ചെയ്യണം. റെഡി ആണല്ലോ? ബാക്കിയുള്ള ഐറ്റംസ് എന്താ ചെയ്യേണ്ടത്? കൂട്ടണം. ഏതാ ഫസ്റ്റ് വരേണ്ടത്? തുടക്കം ഏതാ? ഓപ്പൺ അല്ലേ? തുറക്കുക, തുടക്കം അല്ലേ? നമ്മൾ ക്രിക്കറ്റിലൊക്കെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന് പറയാറുണ്ട്. അത് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നാമത്തത്. ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ പർച്ചേസിൻ്റെ എമൗണ്ട് എഴുതുക പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. നമ്മളെ ചോദ്യത്തിലുള്ള പ്രത്യേകത, ചോദ്യ പേപ്പറിൽ എല്ലാ കാര്യങ്ങളും തന്നിരിക്കും. നോക്കി, ഒരു മോഡൽ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. എന്താ കാണേണ്ടത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇവിടെ കണ്ടല്ലോ, നമ്മൾ ഈ ആളെയാണ് കാണേണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ടെക്നിക്ക് പെട്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോ. എന്താണ്? നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിൽ ആദ്യം നമ്മൾ എന്ത് തീരുമാനം? നമുക്കറിയാം, ചിലത് കൂട്ടണം, കുറയ്ക്കണം. ആ കുറയ്ക്കാനുള്ള ആളെ നമ്മൾ ആദ്യം തപ്പിപ്പെടുത്തു. ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ് കുറയ്ക്കേണ്ടത്. ആണല്ലോ? അപ്പോൾ ഇയാൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ട ഐറ്റമാണിത്. ബാക്കിയോ? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, കാരേജ്. ശ്രദ്ധിച്ചോ, എപ്പോഴും എല്ലാ എക്സാമിലും വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകളിൽ പെട്ട രണ്ടെണ്ണമാണ് ഇത്, വേജസും കാരേജ് ഇൻവാർഡും. ഓർത്ത് വെച്ചോ, മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഡയറക്റ്റ് എക്സ്പെൻസിൽ എപ്പോഴും എക്സാമിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന രണ്ട് പേരുകളാണ് വേജസ് ആൻഡ് കാരേജ് ഇൻവാർഡ് എന്ന്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഉറപ്പിച്ചോ. എന്തൊക്കെയാണ്? കാരേജും വേജസും. കാരേജ് ഇൻവാർഡ്, വേജ് ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ മൈനസ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ ഇത് ഉറപ്പിച്ച് വെച്ചു അല്ലേ? മൈനസ് ചെയ്യേണ്ടത് ഇതാണ്, നമ്മൾ ഉറപ്പിച്ച് വെച്ചു. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എന്താ ചെയ്യുക? ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യുക? അങ്ങോട്ട് പ്ലസ് ചെയ്യാം. ഈ നീല ടിക്കറ്റ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക? അങ്ങോട്ട് പ്ലസ് ചെയ്തേക്കുക. അത് ഏതൊക്കെയാണ് പേരെന്ന് വായിച്ചു നോക്കിയേ. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞ് തരൂല, പകരം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസിൽപ്പെട്ട എക്സ്പെൻസിൻ്റെ പേരാ തരും. അതിൽ എപ്പോഴും വരുന്ന പേരാണിത്, വേജസും കാരേജ് ഇൻവാർഡും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സംഖ്യ ഒക്കെ പറഞ്ഞ് കൂട്ടിയാൽ മതി. സിമ്പിൾ, മനസ്സിലായല്ലോ? എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞു ക്ലോസിംഗ് സ്റ്റോക്ക് ആദ്യം കണ്ടെത്തി, കാരണം അതാണ് അവസാനം എഴുതേണ്ട ഐറ്റം. അതെന്ത് ചെയ്തു? മൈനസ് അങ്ങോട്ട് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എന്താണ്? പ്ലസ് ആണ്. ഇനി നമ്മളെ ഒന്ന് തെറ്റിക്കാൻ വേണ്ടി തരുന്ന, എപ്പോഴും തെറ്റിക്കാൻ വേണ്ടി തരുന്ന ഒരു ഐറ്റമാണ് എന്ത്? സാലറി എന്നുള്ളത്. ഇങ്ങനെയുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ളതിൽ എപ്പോഴും തെറ്റിക്കാൻ വേണ്ടി വരുന്ന ഒരു പേരാണിത്, സാലറി.
അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, അതും ഒരു എക്സ്പെൻസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വേജസ് ക്യാരേജ് ഇൻവാർഡ് കൂടെ ആ സംഖ്യ കൂടി അങ്ങോട്ട് കൂട്ടി എഴുതും. തെറ്റ്. കാരണം സാലറി എന്തല്ല, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. സാലറി എന്താണ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. ഡയറക്റ്റ് അല്ല, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസിലെ ഒരു പേരാണ് സാലറി. അപ്പോൾ സാലറിയുടെ സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അത് മൈൻഡ് ചെയ്യണ്ട, അത് നമ്മളെ ഇക്വേഷനിലേക്ക് ചേർക്കുകയേ വേണ്ട. റെഡി ആണല്ലോ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. എത്രയാ, ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഒരു സമവാക്യമാണോ, ഒരു ക്വസ്റ്റ്യൻ ആണോ, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ എഴുതിയിരിക്കണം. നമ്മൾ നേരത്തെ കണ്ട കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ഷൻ കൊടുത്താൽ മതി. പേരെല്ലാം ഉണ്ട് അവിടെ. ആ ഒരു ഓർഡർ ഏത് അവസാനം വരിക, ക്ലോസ്. ഏതാ തുടങ്ങുക, ഓപ്പണിംഗ്. ബാക്കി രണ്ട് ഈ പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. റെഡി ആണല്ലോ, റെഡി. അപ്പോൾ നമുക്കിത് എങ്ങനെ നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000, പർച്ചേസോ 1,50,000. അപ്പോൾ രണ്ടും കൂടെ കൂടി എന്തായി, 2,00,000 പിന്നെയോ വേജസ് 80,000, 2,80,000. ക്യാരേജോ 4,000. നോക്കാം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. ആ ഓരോ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈക്വൽ ടു എത്രയ്ക്കാണ്, ഒന്ന് 50,000 ഉണ്ട്, പ്ലസ് ഏതാണ് അടുത്ത എമൗണ്ട് 1,50,000, വീണ്ടും പ്ലസ്. പിന്നെ ഏതാണ് വേജസ് 80,000 പ്ലസ് പിന്നെന്താണ് 4,000. എല്ലാം കൂടി കൂടിയാൽ എത്ര വരും ടോട്ടൽ, 2,84,000 മൈനസ് എന്താ മൈനസ് ചെയ്യേണ്ടത്, ദേ കിടക്കണ ക്ലോസിംഗ് സ്റ്റോക്കാണ് മൈനസ് ചെയ്യേണ്ടത്. അതെത്രയാ, 40,000. 40,000 മൈനസ് ചെയ്യേണ്ട ആൾ. അപ്പോൾ ഇത് എത്ര കിട്ടുക, 2,84,000 40,000 കുറച്ചാൽ 2,44,000. ഇത് ഇത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ, ഏതൊക്കെയാണ് കൂട്ടാൻ ഏതൊക്കെയാണ് കുറയ്ക്കാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കി കുറയ്ക്കാൻ ഒന്നേ ഉള്ളൂ. ഏതാണത്, ക്ലോസിംഗ് സ്റ്റോക്കാണ് കുറയ്ക്കേണ്ടത്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെച്ചു. റെഡി ആണല്ലോ, ഓക്കെ. അപ്പോൾ അതിൽ ഒന്നും പാടെ ഞാൻ പറയുന്നു, പ്ലസ് ചെയ്യേണ്ട ഐറ്റംസ് ഞാൻ പറഞ്ഞു തന്നു ഏതൊക്കെയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലാത്ത എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു പ്ലസും മൈനസും മനസ്സിലായാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് മനസ്സിലാക്കാം. ഏതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പെട്ടെന്ന് നോക്കി നിങ്ങൾ. ഈ ആ പ്ലസ് ചെയ്യേണ്ട ഐറ്റംസ് ആലോചിച്ച് നോക്കിയേ. ആദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ ഒരു മൈനസ് ചെയ്യേണ്ട ഐറ്റംസ് ഏതായിരുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക്. ആ മൈനസ് ചെയ്യേണ്ട ഐറ്റം എവിടെയാണ് വരേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ. എവിടെ വരണം, ക്രെഡിറ്റ് സൈഡിൽ. എവിടെ വരണം, ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ മൈനസ് ചെയ്യേണ്ട ഐറ്റംസ് ഒരു കണക്ഷൻ ആണ് കേട്ടോ. മൈനസ് ചെയ്യേണ്ട ഐറ്റംസ് എവിടെ വരേണ്ടത്, ക്രെഡിറ്റ് സൈഡിലാണ്. റെഡിയാണേ. പിന്നെ നമ്മൾ ഏതൊക്കെയാണ് പ്ലസ് ചെയ്തത്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ചെയ്തു, പർച്ചേസ് പ്ലസ് ചെയ്തു, ഡയറക്റ്റ് എക്സ്പെൻസുകളും പ്ലസ് ചെയ്തു. അത് തന്നെയാണ് ഇവിടെ പ്ലസ് ചെയ്യേണ്ട ഐറ്റംസ്. നമ്മൾ പറഞ്ഞ പ്ലസ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ എവിടെ വരണം, ഡെബിറ്റ്സ് ഇതേ കിടക്കുന്നു. എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്പർ 1. രണ്ടാമത് ഏതാണ്, പർച്ചേസ്. പർച്ചേസ് എന്ത് ചെയ്യുക, റിട്ടേൺ മൈനസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു നെറ്റ് പർച്ചേസ്. എന്താണ്, പർച്ചേസിന് റിട്ടേൺ മൈനസ് ചെയ്തത്. ഇനി അടുത്ത ഏതാ, വേജസ് ഡയറക്റ്റ് എക്സ്പെൻസാ, ക്യാരേജ് ഇൻവാർഡ് ഡയറക്റ്റ് എക്സ്പെൻസാ, ഫ്രൈറ്റ് കാർട്ടേജ് ഡയറക്റ്റ് എക്സ്പെൻസാ. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു സെയിൽസിന് എങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക, നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ പർച്ചേസ് എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പർച്ചേസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഏത് വരിക, സെയിൽസ് വരിക. ഏതാണ്, പർച്ചേസിൻ്റെ ഓപ്പോസിറ്റ് ആണ് സെയിൽസ് വരിക. അപ്പോൾ പർച്ചേസ് ഡെബിറ്റിലായാൽ ഓപ്പോസിറ്റ് ഏതാണ്, ക്രെഡിറ്റ് ആണ്. അവിടെയാണ് ഏത് വരിക, സെയിൽസ് വരിക. റെഡിയാണോ. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആ ഒരു കണക്ഷൻ മനസ്സിലാക്കാം. ക്രെഡിറ്റ് സൈഡിൽ ആകെ എപ്പോഴും 3 ഐറ്റേ വരുള്ളൂ. എന്താണ്, ക്രെഡിറ്റ് സൈഡിൽ 3 ഐറ്റേ വരുള്ളൂ. ഓർത്ത് വെച്ചോ, ക്രെഡിറ്റ് സൈഡിൽ 3 ഐറ്റം മാത്രമേ വരുള്ളൂ. ഏതൊക്കെയാണ് ക്രെഡിറ്റ് 3 ഐറ്റം, ഒന്ന് സെയിൽസ്. സെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൂടി നോക്കണം, സെയിൽസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓർത്ത് വെച്ചോ, സെയിൽസും സെയിൽസ് റിട്ടേണും നോക്കുക. റിട്ടേൺ ഇല്ലെങ്കിലോ സംഖ്യ നേരിട്ട് എഴുതാ, ഇങ്ങനെ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് എഴുതാവുന്നതാണ്. പിന്നെയോ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ 3 ഐറ്റംസ് മാത്രമേ എവിടെ വരുള്ളൂ, ക്രെഡിറ്റ് സൈഡ് വരുള്ളൂ. നേരത്തെ ഞാൻ മൈനസും പ്ലസും ചെയ്യുന്ന രീതിയിൽ ഒരു കണക്ഷൻ തന്നു. ഇപ്പോൾ മറ്റൊരു രീതിയാണ് എന്ത്, ക്രെഡിറ്റ് സൈഡിൽ 3 ഐറ്റം ഏതൊക്കെയാ, സെയിൽസും സെയിൽസ് റിട്ടേണും, പിന്നെയോ ക്ലോസിംഗ് സ്റ്റോക്ക്. ബാക്കിയുള്ള ഐറ്റംസ് എവിടെ വരിക, ദേ കിടക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ് വരിക.
ഏതൊക്കെയാണ്? നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ പറയുമ്പോൾ അവിടെ എന്താണ്? ഓപ്പണിംഗ്, എപ്പോഴും തുടക്കം ഓപ്പണിംഗ് സ്റ്റോക്ക്. പിന്നെയോ പർച്ചേസ്, റിട്ടേൺ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. പിന്നെയോ ഡയറക്റ്റ് എക്സ്പെൻസുകൾ. റെഡി ആണല്ലോ? അപ്പോൾ അത് നമ്മൾ ആ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് കൂടി ആ കണക്ഷൻ കൊടുത്ത് പഠിക്കാം. പ്ലസ് ചെയ്ത ഐറ്റംസ് ഒക്കെ എവിടെ വരുന്നു? ഡെബിറ്റ് സൈഡിൽ വരുന്നു. റെഡി ആണല്ലോ? റെഡിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു ഐറ്റം ഉണ്ടായിരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ജസ്റ്റ് കുറച്ച് പേരുകളാണ്, പഠിച്ചു വെച്ചോ. ഡയറക്റ്റ് എക്സ്പെൻസുകൾ കുറച്ച് പേരുകളാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. കാരേജ് ഇൻവാർഡ്, ആ പേരെന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസിലാണ്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എപ്പോൾ ഇതാ ഈ രണ്ടെണ്ണം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ എക്സാം പേപ്പറിൽ ഉണ്ടാവും. നിങ്ങൾക്ക് വേജസ്, കാരേജ് ഇൻവാർഡ് രണ്ടും ഓർത്ത് വെച്ചോ. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇവിടെ വരേണ്ടതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഐറ്റം ആണ്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഫ്രൈറ്റ്, ഈ വാക്ക് പഠിച്ചു വെച്ചോ, ഡയറക്റ്റ് എക്സ്പെൻസാ. കാർട്ടേജ് ഡയറക്റ്റ് എക്സ്പെൻസാ. ഫ്യൂവല്, ഗ്യാസ്, പവർ, ഇതിലേത് വന്നാലും എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസാ. ഇനി ഏതെങ്കിലും ഒരു എക്സ്പെൻസ് ദാറ്റ്സ് റിലേറ്റഡ് ടു പർച്ചേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചിലവാണോ, അതൊക്കെ എന്താ? ഡയറക്റ്റ് എക്സ്പെൻസാണ്. ഇപ്പം നമ്മൾ എന്താ പറയുക, സാധനം വാങ്ങി നമ്മൾ ഓഫീസിലേക്ക് ലോഡ് ചെയ്തു, അല്ലെങ്കിൽ അൺലോഡ് ചെയ്തു, അല്ലെങ്കിൽ ലോഡ് ചെയ്തു. ഇങ്ങനെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് എന്താണ്? പർച്ചേസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? അത് ഡയറക്റ്റ് എക്സ്പെൻസാണ്. നമ്മൾ സാധനം വേറൊരു സംസ്ഥാനത്ത് വാങ്ങി കൊണ്ടുവരികയാണ്. അപ്പം എന്തെങ്കിലും പല എന്താ പറയുക ചെക്ക് പോസ്റ്റുകൾ കവർ ചെയ്യുമ്പോൾ മേ ബി എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു. അതെന്താ? ഡയറക്റ്റ് എക്സ്പെൻസാണ്. കാരണം എന്താ? പർച്ചേസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പർച്ചേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ചിലവുകളും എന്താണ്? ഇറ്റ്സ് കോൾഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. റെഡി ആണല്ലോ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാ? കാരേജ് ഇൻവാർഡ് ആൻഡ് വേജസ്. റെഡി ആണല്ലോ? ഓക്കെ. നമ്മൾ അടുത്ത് പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ട്. ആ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നോക്കിയേ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുക. വളരെ സിമ്പിളായി ഇതേ കണ്ടോ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നോക്കിയേ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, വേജസ് ഉണ്ട്, കാരേജ് ഇൻവാർഡ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് വരേണ്ട എല്ലാ സാധനങ്ങളും എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നോക്കിയേ, എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മളിത് എന്താ ചെയ്യേണ്ടത്? ആ ട്രേഡിംഗ് അക്കൗണ്ട് കള്ളി വരച്ച് ഏതൊക്കെയാണ് ഡെബിറ്റ്, ഏതൊക്കെയാണ് ക്രെഡിറ്റ്, അത് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാം. ഏതൊക്കെയാണ് ക്രെഡിറ്റിൽ വരുന്ന ഐറ്റംസ് എന്ന് ആദ്യം പറഞ്ഞു നോക്കിയേ. ക്രെഡിറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രെഡിറ്റിൽ ആകെ കുറഞ്ഞ ഐറ്റംസേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ഇതാ കിടക്കുന്നു, സീല് തുടങ്ങുന്ന ആൾ തന്നെ. ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നെയോ സെയിൽസ്. പിന്നെയോ സെയിൽസ് റിട്ടേൺ. ഉറപ്പിച്ചോ, ഈ മൂന്നെണ്ണം എങ്ങോട്ടുള്ളതാ? ക്രെഡിറ്റ് സൈഡിലേക്കുള്ളതാ. റെഡി ആണല്ലോ? അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എവിടെയാ? ഇപ്പോൾ ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എവിടെയാ? ഡെബിറ്റ് സൈഡിലാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും മനസ്സിലാക്കാൻ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ആദ്യമേ നോട്ട് ചെയ്ത് വെക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക്, സീല് സ്റ്റാർട്ട് ചെയ്യുന്നു, അതെന്താണ്? ക്രെഡിറ്റ് സൈഡാ. സെയിൽസും സെയിൽസ് റിട്ടേണും ഏതാണ്? ക്രെഡിറ്റ് സൈഡാ. റെഡി ആണല്ലോ? റെഡി. നോക്കേ, ഇതാണ് നമ്മൾ ആ ചെയ്തത്. നമ്മൾ സെയിൽസ് എഴുതി, സെയിൽസ് എന്ത് കുറച്ചു? സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തു. 57,000 3000 കുറച്ചു. എത്ര ടോട്ടൽ കിട്ടുക? 54,000. പിന്നെ ഏതാ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തത്? ക്ലോസിംഗ് സ്റ്റോക്ക് 15,000 കൊടുത്തു. ഈ മൂന്നെണ്ണം മാത്രമേ ഇവിടെ വരുള്ളൂ, നമ്മുടെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. ദെൻ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ഫസ്റ്റ് ഐറ്റം എപ്പോഴും തുടക്കം ആരായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് 12,500 ആദ്യം രേഖപ്പെടുത്തി. ദെൻ നെക്സ്റ്റ് പർച്ചേസ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക? പർച്ചേസിൽ നിന്ന് 2,000 രൂപ റിട്ടേൺ കുറച്ചു. ബാക്കി എത്രയാ? 20,000. ഇനി അഥവാ പർച്ചേസ് റിട്ടേൺ പറഞ്ഞൊരു പേര് ക്വസ്റ്റ്യനിലില്ല, അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പർച്ചേസ് പറഞ്ഞ് നേരിട്ട് ഇവിടെ എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ, റിട്ടേൺ ഉണ്ടെങ്കിൽ കുറക്കണം, ഇല്ലെങ്കിലോ നേരിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. പിന്നെയോ ഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മളെ ക്വസ്റ്റ്യൻ പ്രകാരം ഏതൊക്കെയുണ്ട്? വേജസ് ആൻഡ് കാരേജ് ഇൻവാർഡ്, അതും എഴുതി. സിമ്പിളായി. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡ് കൂട്ടുക, ക്രെഡിറ്റ് സൈഡ് കൂട്ടുക അല്ലേ? ഡെബിറ്റിൽ എത്ര ടോട്ടൽ നോക്കാം, ക്രെഡിറ്റ് എത്ര ടോട്ടൽ നോക്കുക, ആ വ്യത്യാസം കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ 54,000, 15,000. ഏറ്റവും വലിയ സംഖ്യ എത്രയാണ്? 69,000. ഈ 69,000 നിന്ന് ഈ പറയുന്ന ഐറ്റംസ് എല്ലാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഡിഫറൻസ് എമൗണ്ട് എത്രയായിരിക്കും? 34,000 രൂപ. ആ 34,000 ആണെന്ത്? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് വ്യത്യാസം കിട്ടിയത് എന്നുണ്ടെങ്കിൽ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതല്ല ഇവിടെയാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഗ്രോസ്
ലോസ് ആയിരിക്കുമെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. റെഡിയാണല്ലോ? അപ്പോൾ ഇതേപോലെയുള്ളൊരു ചോദ്യം തന്നു കഴിഞ്ഞ് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 1 മാർക്ക് പോലും നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമതായിട്ട് ആ കള്ളികൾ എങ്ങനെയെന്ന് അറിയാം. എങ്ങനെയാണ്? 4 കള്ളികളാണുള്ളത് അല്ലേ? പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, 4 കോളമേ ഉള്ളൂ. എന്തില്ല? ഡേറ്റ് കോളം ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, പല കുട്ടികൾക്കും തെറ്റുപറ്റുന്ന ഒരു കാര്യമാണ്. ഡേറ്റ് കോളം ചേർക്കാറുണ്ട്. നമ്മളെ ഫൈനൽ അക്കൗണ്ടിന് ഒന്നിന് പോലും എന്തില്ല? ഡേറ്റ് കോളം ഇല്ല. ശ്രദ്ധിക്കുക, ഡേറ്റ് കോളം ഇല്ല. 4 കള്ളികൾ മാത്രം. പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, ഇങ്ങനെ 4 കോളംസ് മാത്രം. ആ കോളംസ് നമ്മൾ വരയ്ക്കുന്നു, മുകളിൽ പേര് കൊടുക്കുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്, ഏതാണോ ഡേറ്റ് ആ ഡേറ്റ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കിട്ടി. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് ആണ് റിസൾട്ട് കിട്ടുക എന്നുള്ളത്. ദെൻ ഇത് കഴിഞ്ഞ അടുത്ത ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത്. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നോക്കിയേ, അതിൻ്റെ ഫോർമാറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത് ഫസ്റ്റ് ഐറ്റം വരേണ്ട ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഫസ്റ്റ് ഐറ്റം വരിക. ഏതാ വരിക? ഒന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. നോക്കിയേ, ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് എവിടെ വരിക? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. എവിടെ വരുന്നത്? ക്രെഡിറ്റ് സൈഡിൽ. ഗ്രോസ് ലോസ് ആണെങ്കിലോ അത് എവിടെ വരിക? ഡെബിറ്റ് സൈഡ്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എവിടെ കിട്ടിയിട്ടുള്ളത്? ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഇൻ കേസ് നമുക്ക് എന്താണ് ഇവിടെ ഗ്രോസ് ലോസ് ആണെങ്കിൽ ലോസ് അവിടെ എഴുതിയിട്ടുണ്ടാവുക? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ എവിടെ വരും? ഡെബിറ്റ് സൈഡ്. അതായത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ റിസൾട്ട് ഏത് സൈഡിലാണോ കിട്ടിയിട്ടുള്ളത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് മാറ്റി എഴുതുക. ഡെബിറ്റിലാണ് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് നേരെ അങ്ങോട്ട് എഴുതുക, ക്രെഡിറ്റിലേക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതല്ല ഗ്രോസ് ലോസ് അത് ക്രെഡിറ്റിലാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ, അത് നേരെ അങ്ങോട്ട് വരും ഡെബിറ്റ് സൈഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും. പിന്നെ വളരെ സിമ്പിളാണ്, ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസുകളും എല്ലാ ചെലവുകളും എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യാം. എല്ലാ വരുമാനങ്ങളും എന്ത് ചെയ്യാം? ക്രെഡിറ്റും ചെയ്യാം. കുറേ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടാൽ മനസ്സിലാക്കും. നിരന്തരമായിട്ടും കുറേ പേരുകളുണ്ട്. ആ പേര് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അതെന്താണ്? എക്സ്പെൻസുകളാണ്. ഫോർ എക്സാമ്പിൾ സാലറി, റെൻറ്റ്, ഇൻഷുറൻസ് അല്ലേ, അഡ്വർടൈസ്മെൻറ്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ്. പിന്നെ പെയ്ഡ് എന്ന് വരുന്ന ഐറ്റംസ് എല്ലാം എന്താണ്? എക്സ്പെൻസ് ആയിരിക്കും. റിസീവ്ഡ് എന്ന് പറഞ്ഞ ഐറ്റംസ് ഒക്കെ എന്തായിരിക്കും? ഇൻകവും ആയിരിക്കും. റെഡിയാണേ? ക്രെഡിറ്റ് സൈഡിൽ വരേണ്ടത് എന്താണ്? ഇൻകംസ് ആണ്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ്, ഇവിടെ ഇൻകം. സിമ്പിളായിട്ട് നമുക്കൊന്ന് പറയാം. ദേ നോക്കി, ഡെബിറ്റ് സൈഡിൽ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്താണ്? എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഡയറക്റ്റ് ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞു വേജസ്, കാരേജ്, ഇൻവാൾവ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അതൊക്കെ എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതാതെ എല്ലാ എക്സ്പെൻസും നമുക്ക് എന്താണ്? ഇൻഡയറക്റ്റ് ആണ്. അതൊക്കെ ഇവിടെ കൊടുക്കുക, ഡെബിറ്റ് സൈഡ്. ഇനി ക്രെഡിറ്റ് സൈഡിലോ എല്ലാ ഇൻഡയറക്റ്റ് ഇൻകംസും. നമ്മൾ സെയിൽ അല്ലാത്ത, സെയിൽ ഒരു ഇൻകമാണ്, ഡയറക്റ്റ് ഇൻകമാണ്. സെയിൽ അല്ലാത്ത എല്ലാ ഐറ്റംസും എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകത്തിൽ പെടുത്തിക്കോ. അപ്പോൾ എന്താ പറയുക? എന്തിൻ്റെ പേരിൻ്റെ കൂടെയും റിസീവ്ഡ് എന്ന വാക്കുണ്ടെങ്കിൽ, എന്താണ്? റിസീവ്ഡ് എന്ന വാക്കുണ്ടെങ്കിൽ അതെന്താണ്? ഇൻകമാണ്. കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇപ്പോൾ റിസീവ്ഡ് പറഞ്ഞ പേര് വന്നാൽ അതെന്താണ്? ഇൻഡയറക്റ്റ് ഇൻകമാണ്. ഇനി ഇൻകം കൂടിയാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം കൂടി, അതായത് ധാരാളം ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? നമുക്ക് ലാഭമായിരിക്കും. അതല്ല എക്സ്പെൻസ് ആണ് കൂടിയത്, കൂടുതൽ എക്സ്പെൻസ് ഉണ്ട്, വളരെ അധികം എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിയാൽ നമുക്ക് എന്തായിരിക്കും? സ്ഥാപനത്തിന് നഷ്ടവുമായിരിക്കും. അപ്പോൾ പ്രോഫിറ്റും ലോസും ഒരുമിച്ച് വരത്തൊന്നുമില്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അതായത് വരുമാനം കൂടുതലാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ചെലവാണ് കൂടുതലെങ്കിൽ നമുക്ക് എന്തായിരിക്കും? നഷ്ടവുമായിരിക്കും. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത്. റെഡിയാണല്ലോ? ദെൻ നമുക്ക് അവസാനമായിട്ട് തന്നെ അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ മൂന്നാമത്തെ ഐറ്റം ഏതാണ്? ബാലൻസ് ഷീറ്റ് എന്നുള്ളത്. ബാലൻസ് ഷീറ്റിൽ അറിയേണ്ട കാര്യം, ഇവിടെ 2 ഓർഡർ ഉണ്ട്, അതായത് 2 ക്രമമുണ്ട്. നമ്മൾ ഈ ഒരു ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതുന്ന എന്താണ്? ഒന്ന്
അസറ്റ് അല്ലേ, അസറ്റ്, മറ്റൊന്ന് എന്താണ് ലയബിലിറ്റി. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ അസറ്റും ലയബിലിറ്റിയും ഒരു പ്രത്യേക ക്രമം, ഒരു ഓർഡർ ഉണ്ട്. വെറുതെ അങ്ങോട്ട് മിക്സ് ആക്കി എഴുതല്ല, ഒരു ക്രമം ഉണ്ട് അതിന്. ആദ്യം ഇന്നത്, രണ്ടാമത് ഇന്നത്, മൂന്നാമത് ഇന്നത്, അങ്ങനെ ഒരു ക്രമമുണ്ട്. ആ ക്രമം ഇവിടെ രണ്ട് ക്രമത്തിലാണ് ബാലൻസ് ഷീറ്റിൽ എഴുതുക. ഏതാണ് രണ്ട് ക്രമം? ഒന്നെന്താണ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, രണ്ടെന്താ ഓർഡർ ഓഫ് പെർമനൻസ്. ഇപ്പോൾ ഇവിടെ പറയുന്നൊരു വാക്കുണ്ട് ഇവിടെ, ആ വാക്കിൻ്റെ പേരാണെന്ത് മാർഷലിംഗ് എന്നുള്ളത്. എന്താണ് എഴുതി വെച്ചോ, എന്താണ് വാക്ക് മാർഷലിംഗ്. ആൾ ഇത്രയേ ഉള്ളൂ. മാർഷലിംഗ് എന്ന് പറഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ. പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അസറ്റും ലയബിലിറ്റികളും ബാലൻസ് ഷീറ്റിൽ ഒരു പ്രത്യേക ക്രമത്തിലാണ് എഴുതുക. എന്താണ് അസറ്റും ലയബിലിറ്റികളും ബാലൻസ് ഷീറ്റിൽ ഒരു പ്രത്യേക ക്രമത്തിലാണ് എഴുതുക. ആ ക്രമത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? മാർഷലിംഗ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? മാർഷലിംഗ് എന്ന് വിളിക്കുന്നത്. അത് രണ്ട് ക്രമമാണ്. ലിക്വിഡിറ്റി ഉണ്ട്, പെർമനൻസ് ഉണ്ട്. പെട്ടെന്ന് ലിക്വിഡിറ്റി മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം എന്താ, ലിക്വിഡിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയാൽ, അതായത് നേരെ അത് തല തിരിച്ചങ്ങോട്ട് എഴുതിയാൽ എന്തായിട്ട് മാറും? അത് പെർമനൻസ് ആയിട്ട് മാറും. ഏതെങ്കിലും ഒരു ഓർഡർ പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ആ ലിക്വിഡിറ്റി ഓർഡറിനെ പഠിക്കാം. എന്താണ് ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ, ഇത് പ്രകാരം അസറ്റ് സൈഡ് എഴുതുമ്പോൾ ആദ്യം ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിലേക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന അസറ്റുകൾ, അതാണ് ആദ്യം എഴുതുക. എന്താണ് അസറ്റ് എഴുതുമ്പോൾ ആദ്യം ക്യാഷ്, നമ്പർ 1 ക്യാഷ്. പിന്നെയോ ക്യാഷിലേക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നവയാണ് ക്രമത്തിൽ താഴേക്ക് വരിക. ദെൻ അതൊക്കെ കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ഒക്കെ എന്താണ് ഏറ്റവും അവസാനം. ഫിക്സഡ് അസറ്റ് സ്ഥിരമായി നിൽക്കുന്ന അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ഒക്കെ എന്താണ് അവസാനമാണ് വരിക. ലാബിലിറ്റി സൈഡ് എഴുതുമ്പോഴോ ഒരു വർഷത്തിനുള്ളിൽ തീർക്കേണ്ട ബാധ്യതകളാണ് ആദ്യം എഴുതുക. അതായത് കറണ്ട് ലാബിലിറ്റി, അതാണ് ആദ്യം എഴുതുക. ദീർഘകാലം അതായത് ലോങ് ടേം ലാബിലിറ്റി എന്ത് ചെയ്തും അവസാനമായിട്ട് എഴുതുകയും ചെയ്യും. ഇതാണ് ലിക്വിഡിറ്റി ഓർഡർ. റെഡി ആണല്ലോ? അസറ്റുകൾ എഴുതുമ്പോൾ ആ ഒരു ക്യാഷ് പിന്നെ ബാങ്ക് ആ രീതിയിൽ എഴുതുക. നോക്കി നമുക്കിത് ഫോർമാറ്റ് നോക്കി. കറണ്ട് അസറ്റ് ഈ ഓർഡർ അങ്ങോട്ട് എഴുതി വെച്ചോ നിങ്ങൾ. ക്യാഷ് ഇൻ ഹാൻഡ് ആണ് ആദ്യം എഴുതുക. ലിക്വിഡിറ്റി ഓർഡർ ആണ്, ക്യാഷ് ഇൻ ഹാൻഡ് ആണ് ആദ്യം എഴുതുക. പിന്നെയോ ബാങ്ക്, പിന്നെയോ ബിൽ റിസീവബിൾ, പിന്നെയോ ഡെപ്റ്റേഴ്സ്, പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, പിന്നെ അക്രൂഡ് ഇൻകം, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ഒരു ഓർഡറാണ്. അസറ്റിന് മാത്രമേ ഇങ്ങനെ ഒരു ഓർഡർ ഉള്ളൂ. ഇങ്ങനെ ഒരു ഓർഡർ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതും എന്താണ് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേരുകൾ തരും, മിക്സ് ആക്കാണ്ട് എന്താ പറയുക ഡെപ്റ്റേഴ്സ്, ക്യാഷ്, അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇങ്ങനൊരു 5-6 ഐറ്റംസ് തരും. നിങ്ങളോട് പറയുന്നത് ഇതിനെ ലിക്വിഡിറ്റി ഓർഡറിലേക്ക് മാറ്റി എഴുതാൻ പറയും. എന്താണ് ലിക്വിഡിറ്റി ഓർഡറിലേക്ക് മാറ്റി അങ്ങോട്ട് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാഷ് ആദ്യം എഴുതുക, ബിൽ റിസീവബിൾ സെക്കൻഡ് എഴുതുക, ബാങ്ക് ഉണ്ടെങ്കിൽ അത് രണ്ടാമത് എഴുതുക. ആ രീതിയിൽ എന്ത് ചെയ്യുക? ആ ക്രമത്തിൽ അങ്ങോട്ട് എഴുതി പോലെ. ഇവിടെയുള്ള ഒരു പ്രത്യേകത എത്രയേ ഉള്ളൂ, ഫിക്സഡ് അസറ്റ് എഴുതുമ്പോൾ ഏറ്റവും അവസാനം വരേണ്ട ആൾ എപ്പോഴും ഏതാണ്? ഗുഡ് വില്ലാണ്. അതിൻ്റെ ഇടയിൽ ഈ ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഏറ്റവും അവസാനം ആരെ എഴുതണം? ഗുഡ് വില്ലാണ് ഏറ്റവും അവസാനം വരേണ്ട ആൾ എന്നുള്ളത്. റെഡി ആണല്ലോ? അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഓർഡറിൽ എഴുതുമ്പോൾ അസറ്റ് സൈഡിലെ നമ്പർ 1 എപ്പോഴും ആരായിരിക്കും? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ്. ഏറ്റവും അവസാനം ആരായിരിക്കും? ഗുഡ് വിൽ. റെഡി ആണല്ലോ? ലാബിലിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ കറണ്ട് ലാബിലിറ്റി, അതുപോലെ ലോങ് ടേം ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റി അതുപോലെ എന്താണ്? ലോങ് ടേം ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റിയിൽ വരുന്നത് ഏതാണ്? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇതൊക്കെ എന്താ? കറണ്ട് ലാബിലിറ്റിയാണ്. ലോങ് ടേം ലാബിലിറ്റി വരുമ്പോൾ ലോണും ക്യാപിറ്റലും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ഈ ഒരു ക്രമം എഴുതാൻ പറയാറുള്ളത് അസറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ലാബിലിറ്റിയും പഠിച്ചു വെച്ചേക്കുക. ലാബിലിറ്റി പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ചോദ്യം വന്നിട്ടുള്ളത് അസറ്റ് ഓർഡറിലാക്കാനാണ്. അതും ഇത് കറണ്ട് അസറ്റുകൾ. കുറച്ച് കറണ്ട് അസറ്റ് ഇപ്പോൾ ഈ ലിസ്റ്റിൽ കാണുന്ന കുറച്ച് പേരുകൾ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് തരും, ക്രമമൊന്നും ഇല്ലാതെ. നിങ്ങളോട് പറയുന്നത് അതിനെ ക്രമത്തിലാക്കി എഴുതാൻ പറയും. റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എന്തുണ്ടാവുക? നമ്മുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടാവുക. റെഡി ആണല്ലോ?